അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബഹുദൈവ വിശ്വാസത്തോട് യാതൊരു നിലയിലുള്ള സന്ധിയുമില്ല എന്ന ഉറച്ച തീരുമാനമെടുത്ത് ഏകദൈവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കാൻ എന്തും ത്യജിച്ചുകൊണ്ട് ഏത് ത്യാഗത്തിനും തയ്യാറായ യുവാക്കളെ അള്ളാഹു സംരക്ഷിക്കുന്നതാണ് ഗുഹാവാസികളുടെ സംഭവത്തിലുള്ളത്. ഗുഹാവാസികളുടെ സംഭവം മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് വിവരിച്ചു കൊടുത്ത ശേഷം മക്കയിലെ ബഹുദൈവ വിശ്വാസികളോട് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അള്ളാഹുവിൻ്റെ ദീനിൽ ഭേദഗതി വരുത്താൻ കഴിയില്ലെന്ന് പ്രഖ്യാപിക്കുകയും കറകളഞ്ഞ ഏകദൈവ വിശ്വാസം സധൈര്യം പ്രബോധനം ചെയ്യുകയും ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ച ഏതാനും ആയത്തുകളാണ് നാം ഒടുവിൽ പഠിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തോട് മക്കയിലെ മുശ്രിക്കുകൾ പ്രതികരിച്ചത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്ക് തയ്യാറായാൽ ഞങ്ങൾ വിശ്വസിക്കാം എന്ന നിലയിലായിരുന്നു. അക്കൂട്ടത്തിൽ അവർ ആവശ്യപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയുള്ള പാവങ്ങളെ മാറ്റി നിർത്തണമെന്നായിരുന്നു. അക്കാര്യത്തെക്കുറിച്ച് കഴിഞ്ഞ ആയത്തുകളിൽ സൂചനകളുണ്ടായിരുന്നു. ഈ സന്ദർഭത്തിൽ അള്ളാഹു ഒരു ഉദാഹരണം അവർക്ക് പറഞ്ഞു കൊടുക്കാനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയാണ്. അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ ഒരു മനുഷ്യൻ പണവും സൗകര്യങ്ങളും വർദ്ധിച്ചപ്പോൾ അഹങ്കാരിയായി അള്ളാഹുവിനെ മറക്കുകയും അയാളുടെ സുഹൃത്തും പാവപ്പെട്ടവനുമായ മറ്റൊരു മനുഷ്യൻ തൻ്റെ ദരിദ്രാവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുകയും അള്ളാഹുവിനോട് നന്ദിയുള്ളവനായി ജീവിക്കുകയും ചെയ്യുന്നതാണ് ഈ ഉദാഹരണത്തിലൂടെ വിവരിക്കുന്നത്. 32 മുതൽ 13 ആയത്തുകളിലാണ് ഈ ഉദാഹരണം സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു വിവരിക്കുന്നത്. ഈ ഉദാഹരണവുമായി ബന്ധപ്പെട്ട ഒരു അനുബന്ധ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. ഈ ഉദാഹരണത്തിലൂടെ അള്ളാഹു മക്കാ മുശ്രിക്കുകളെ മാത്രമല്ല ഖുർആന്റെ സംബോധിതരായിട്ടുള്ള എല്ലാ മനുഷ്യരെയും ഉത്ബോധിപ്പിക്കുന്നത്, ഒന്ന്, ദുനിയാവിലെ സുഖസൗകര്യങ്ങളിൽ വഞ്ചിതരാവരുത്. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകിയ തോട്ടക്കാരന് പറ്റിയത് അതാണ്. തനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങൾ ഒരിക്കലും നീങ്ങിപ്പോവുകയില്ലെന്നും അത് നശിക്കുകയില്ലെന്നും അയാൾ പറയുന്നതായി ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു പറയുകയാണ്, ഈ ദുനിയാവിലുള്ളത് എത്ര വലിയ സുഖസൗകര്യങ്ങളാണെങ്കിലും അത് എന്നെന്നും ഉണ്ടാവുമെന്ന് കരുതി അതിൻ്റെ പിന്നാലെ നടന്ന് വഞ്ചിതരാവരുത്, അത് എന്നും ഉണ്ടാവുകയില്ല. രണ്ടാമത്തെ കാര്യം, പൊടുന്നനെ നല്ല സമ്പന്നത കൈവരുമ്പോൾ അത് തൻ്റെ കഴിവുകൊണ്ടാണ് എന്ന് അഹങ്കരിക്കരുത്. യഥാർത്ഥ അനുഗ്രഹദാതാവായ അള്ളാഹുവിനോട് നന്ദി കാണിക്കാതിരിക്കുകയും ചെയ്യരുത്. ആ പണക്കാരനായ തോട്ടക്കാരൻ പാവപ്പെട്ടവനായ തൻ്റെ സുഹൃത്തിനെ നിസ്സാരനാക്കിക്കൊണ്ട് അഹങ്കാരത്തോടുകൂടി പറയുന്നതായി ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നുണ്ട്. ഞാൻ നിന്നെക്കാൾ പണവും ആൾബലവുമുള്ളവനാണ് എന്നാണ് അയാൾ അഹങ്കാരത്തോടു കൂടി സുഹൃത്തിനോട് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, ഭൗതിക ലോകത്തെ സുഖസൗകര്യങ്ങളിൽ മതിമറന്ന് പരലോകത്തെ നിഷേധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തരുത്. തോട്ടക്കാരൻ പരലോകം എന്ന ഒന്നുണ്ടാവുമോ എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന് പറയുന്ന രംഗം ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നുണ്ട്. നാലാമത്തേതായി, സുഹൃത്തുക്കളോട് ഗുണകാംക്ഷയുള്ളവരാവുക എന്ന പാഠമാണ് ഇതിലുള്ളത്. പണക്കാരനായ തോട്ടക്കാരൻ വഴിതെറ്റുമ്പോൾ നീ അള്ളാഹുവിനെ മറക്കരുത് എന്ന് സ്നേഹത്തോടെയും യുക്തിയോടെയും ഉപദേശിക്കുന്നുണ്ട് പാവപ്പെട്ടവനായ അയാളുടെ കൂട്ടുകാരൻ. ഈ ഉദാഹരണത്തിലെ 5ാമത്തെ പാഠമായി കൊണ്ട് പറയുന്നത്, ചെറുതും വലുതുമായ ഏതനുഗ്രഹവും തരാനുള്ള കഴിവ് അള്ളാഹുവിന് മാത്രമാണുള്ളത് എന്ന് ഉറച്ചു വിശ്വസിക്കുക എന്നാണ്. അതാണ് പാവപ്പെട്ട കൂട്ടുകാരൻ പണക്കാരനെ ഓർമ്മിപ്പിക്കുന്നത്. നീ നിന്റെ തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയേണ്ടതായിരുന്നു എന്ന് അയാൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരാൾ തനിക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പറയേണ്ടത് ഇതാണ്, മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ. 6ാമതായി ഇതിലുള്ള പാഠം, അഹങ്കാരവും നന്ദികേടും അധികരിക്കുമ്പോൾ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകും എന്നതാണ്. അത്തരം ഒരവസ്ഥയിലേക്ക് ആ തോട്ടക്കാരൻ എത്തിയപ്പോൾ അള്ളാഹു ആ തോട്ടക്കാരൻ്റെ തോട്ടങ്ങളെ നശിപ്പിച്ചു. 7ാമതായി ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം, അവസരം നഷ്ടപ്പെടുത്തി നാശം ഏറ്റുവാങ്ങിയ ശേഷം ദുഃഖിച്ചിട്ട് കാര്യമില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ ശിക്ഷ വരുന്നതിന് മുമ്പാണ് തൗബ ചെയ്യേണ്ടത്. ശിക്ഷ എപ്പോൾ വരുമെന്ന് അറിയുകയില്ല. അതുകൊണ്ട് തൗബ വൈകിക്കരുത്. തോട്ടങ്ങൾ നശിച്ച ശേഷം തോട്ടക്കാരൻ വിലപിക്കുന്നത് ഈ ഉദാഹരണത്തിൽ വിവരിക്കുന്നുണ്ട്.
എട്ടാമതായി ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം യഥാർത്ഥ രക്ഷാധികാരം അള്ളാഹുവിന് മാത്രമേയുള്ളൂ എന്ന് മനസ്സിലാക്കലാണ്. തോട്ടങ്ങൾ നശിപ്പിക്കപ്പെട്ടപ്പോൾ തോട്ടക്കാരനെ സഹായിക്കാൻ അള്ളാഹുവിനെതിരിൽ ആരെയും അയാൾക്ക് കിട്ടിയില്ല. ഇതെല്ലാം തൻ്റെ കഴിവാണെന്ന് അഹങ്കരിച്ച അയാൾക്ക് സ്വയം രക്ഷിക്കാൻ കഴിഞ്ഞതുമില്ല. പ്രിയപ്പെട്ടവരെ, ഇതാണ് അള്ളാഹു ഈ ഉദാഹരണത്തിലൂടെ വിവരിക്കുന്ന കാര്യങ്ങൾ. ഇൻഷാ അള്ളാഹ് ഈ ഉദാഹരണം വിവരിക്കുന്ന ആയത്തുകൾ അടുത്ത ക്ലാസ് മുതൽ പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.